ഇറക്കുമതി തീരുവ കുറച്ച് ആഗോള വ്യാപാര മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കാൻ ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച പരസ്പര താരിഫുകളെ നേരിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഇത് സംബന്ധിച്ച സൂചനയും നൽകിയിരുന്നു. ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള തുടർച്ചയായ പ്രക്രിയയുടെ ഭാഗമാണ് തീരുവ കുറയ്ക്കലും യുക്തിസഹീകരണവും എന്നാണ് ധനമന്ത്രി പറയുന്നത്. ഒരു നിക്ഷേപക സൗഹൃദ രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അതിന്റെ ഫലമായി പ്രഖ്യാപിച്ച തീരുവ കുറയ്ക്കലും യുക്തി സഹീകരണവും ഒരു തുടർ പ്രക്രിയയാണ്. ഞങ്ങൾ അത് തുടർന്നും ചെയ്യുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇറക്കുമതി നികുതികൾ കൂടുതൽ കുറയ്ക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുവെന്ന് ധനകാര്യ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാര പങ്കാളികൾക്ക് മേൽ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. താരതമ്യേന ഉയർന്ന താരിഫ് നിരക്കുകളും US-ഉമായുള്ള $41 ബില്യൺ വ്യാപാര മിച്ചവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30 ഇറക്കുമതി വസ്തുക്കളുടെ തീരുവ 3% താഴെയാണെന്നും തിരഞ്ഞെടുത്ത ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഉയർന്ന തീരുവ ബാധകമാകൂ എന്നും ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെ പറയുന്നുണ്ട്. US-ഉമായുള്ള ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ അപകട സാധ്യതകൾക്കിടയിലും താരിഫ് യുക്തി സഹീകരണത്തിനും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് തുടരുന്നതിലൂടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും മത്സരശേഷി വർദ്ധിപ്പിക്കുവാനും US-ഉമായുള്ള ഏതെങ്കിലും തരത്തിൽ സാധ്യതയുള്ള വ്യാപാര തർക്കങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാപാര യുദ്ധം തടയുന്നതിനായി പ്രധാന വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. വാഷിംഗ്ടണിൽ ട്രംപും മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 2025 അവസാനത്തോടെ ഒരു വ്യാപാര കരാർ അന്തിമമാക്കാൻ ഇരുവരും സമ്മതിച്ചിരുന്നു. കൂടാതെ 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യവും ഇരു നേതാക്കളും ചേർന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം ഇറക്കുമതി തീരുവ ചുമത്തുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടി നൽകി പരസ്പര നികുതി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ്. വ്യാപാര കാര്യത്തിൽ ശത്രുക്കളെക്കാൾ പ്രശ്നക്കാരാണ് US-ന്റെ മിത്രങ്ങളെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ട്രംപ് പറഞ്ഞിരുന്നു. നികുതി ഓരോ രാജ്യങ്ങൾക്കും അനുസരിച്ച് വ്യത്യാസപ്പെടും. മൂല്യവർദ്ധിത നികുതി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും നികുതി നിശ്ചയിച്ചേക്കുക. US-ന് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് അതേ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് നേരത്തെ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയും തായ്ലൻഡുമാണ് US ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്നത്. US ഭരണകൂടം ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. US-ന്റെ ഇറക്കുമതിക്ക് ഇത് വലിയ തടസ്സം സൃഷ്ടിക്കുകയാണെന്നും ന്യായമായ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയാണെന്നുമാണ് ട്രംപ് നേരത്തെ വിമർശിച്ചത്. ഇന്ത്യയെ പേരെടുത്തു പറഞ്ഞും ട്രംപ് നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. നിലവിൽ US ഉൽപ്പന്നങ്ങൾ ഇന്ത്യ 9.5% തീരുവയാണ് ഈടാക്കുന്നത്. എന്നാൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് US 3% നികുതി മാത്രമേ ഈടാക്കുന്നുള്ളൂ. തായ്ലൻഡിന്റെ നിരക്ക് 6.2%. ചൈനയുടേത് 7.1%. ട്രംപ് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള 30-ലേറെ ഇനങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള ആലോചനയിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക തീരുവയും നേരത്തെ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോയി. മാർച്ച് 1 വരെ തീരുവ ചുമത്തില്ലെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. US ഉന്നയിച്ച ചില വിഷയങ്ങളിൽ രാജ്യങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചതോടെയായിരുന്നു ഈ തീരുമാനം. വ്യാപാരത്തിൽ സന്തുലനം പാലിക്കാനും വരുമാനം ലക്ഷ്യം വെച്ചുമാണ് ട്രംപിന്റെ ഈ നീക്കം. മറ്റു രാജ്യങ്ങൾക്കു മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുക കൂടിയാണ് നടപടിയിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം നികുതി എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല. US ഉൽപ്പന്നങ്ങൾ ഉയർന്ന ഇറക്കുമതി നിരക്ക് ഏർപ്പെടുത്തുന്ന ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാക്കും ട്രംപിന്റെ ഈ നീക്കം എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.